യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷമായിട്ടും സമാധാനത്തോടെ ആയിരിക്കുക. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മളെ ഓർത്ത് ദൈവം സന്തോഷിക്കുന്നു എന്ന്. വചനം കേൾക്കുന്ന ഓരോരുത്തരും ആരായി മാറുമെന്നറിയാവോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറും. നമ്മൾ ശരിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുവാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് ദിവസവും വചനം കേൾക്കുന്നു. ഒരു വചനമാണേലും അത് ശ്രദ്ധിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു, അനേകരുടെ ജീവിതത്തിൽ അത് എത്തിക്കുന്നു, വാമൊഴിയായി അത് പറയുന്നു, എഴുതി വയ്ക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാ, ദൈവികമായ കാര്യങ്ങളാ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അനേകം ആളുകൾ, നമ്മൾ ഓരോരുത്തരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറട്ടെ. നമ്മളെ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും, ദൈവം സന്തോഷിക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തെ അഴുക്ക് കാണുന്നത്, ഷർട്ടിലെ അഴുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത്, മുടി ചീകിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, ബട്ടൺസ് നേരായിട്ടല്ലല്ലോ ഇട്ടത്, കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് പിടികിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ജീവിതം കുറേ കൂടി ഭംഗിയാകുന്നത്. ദൈവവചനം നമ്മൾ കാണിച്ചു തരും. ഇവിടെ ചെറിയ പ്രതിസന്ധിയുണ്ട്, ഇന്ന പോലെ ചെയ്യ്, ഇന്ന പോലെ ചെയ്യ്, ഇന്ന മാറ്റം വരുത്ത്. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ജീവിതവും ആരുടെ മുമ്പിലും തോക്കാൻ ഇടവരികയില്ല. കുറേ കൂടി ജീവിതം വൃത്തിയാവും, മനോഹരമാവും. നമുക്ക് ഓരോരോ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും. ഇന്ന് പ്രതീക്ഷയോടെ വചനം കേൾക്കണം. ഈ വചനത്തിലൂടെ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവരെ ഓർത്തേ, ഓപ്പറേഷന് വിധേയമാകുന്നവരെ ഓർത്തേ, ചില മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാനിരിക്കുന്നവരെ ഓർത്തേ, ചില റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഓർത്തേ, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ഞാൻ കാണും. ദൈവത്തിൻ്റെ അത്ഭുതം ഞാൻ കാണും. ദൈവപ്രവൃത്തി ഞാൻ അനുഭവിക്കും. ഞാൻ വായിക്കാം ഒരു വചനം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 10-11 വാക്യവാ. 10-ാമത്തെ വാക്യം ആദ്യം വായിക്കും. പ്രസംഗിക്കുമ്പോൾ 11-ാമത്തെ വചനം ആദ്യം പറഞ്ഞ് 10-ാമത്തെ വചനം രണ്ടാമതായിട്ട് പറയും. ഞാനത് വായിക്കാം. 10-ാമത്തെ വാക്യം. അവിടുന്ന് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഉടമ്പടി? ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ, ലോകത്തൊരിടത്തും നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ, മിറക്കിൾസ് നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണും, അത്ഭുതങ്ങൾ ചെയ്യും. ചുറ്റുമുള്ളവർ അത് കാണും. ശരിക്കും നമ്മുടെ ഈ ആലയത്തിൽ ഈ വചനം ശരിക്കും ഒരു അനുഭവമായത്. നിങ്ങൾ ഇതുവരെയായിട്ടും ഓൺലൈനിൽ ഈ ആലയത്തിലെ സാക്ഷ്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കറിയുമോ, ഓരോ വെള്ളിയാഴ്ച ദിവസവും 100ഓളം ആളുകൾ എഴുതിയും പറയുകയും സാക്ഷ്യം ചെയ്യുന്നുണ്ട്. ചില ആളുകളെ തിരിച്ചുവിടാറുണ്ട്. ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പറയാതെ തന്നെ ആളുകൾ കൈയടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്താ എൻ്റെ അർത്ഥം? ലോകത്തൊരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും ചെയ്തിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങളെ ദൈവം ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ കാണുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരാളിവിടെ വന്നു. അവർ
ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ കൈയുടെ ഒരു വിരൽ മുറിച്ച് കളയണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേക ഒരു കാരണത്താൽ പഴുപ്പൊക്കെ ബാധിച്ച് മുറിച്ച് കളയേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു. അപ്പോൾ അദ്ദേഹം, ഞാൻ എല്ലാ ദിവസവും പ്രസംഗിക്കാനെടുക്കുന്ന ഈ വചനത്തിൽ ആ വ്യക്തിയുടെ കൈ ഇങ്ങനെ വെച്ച്, അന്ന് അങ്ങനെ പ്രാർത്ഥിക്കാനാണ് തോന്നിയത്. ഈ ബൈബിൾ വചനത്തിലേക്ക് ഇങ്ങനെ കൈവച്ച്, ആ കൈയുടെ മുകളിൽ ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു, വചനത്തിലൂടെ പ്രാർത്ഥിച്ചു. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അത്ഭുതം സംഭവിക്കണമേ പ്രാർത്ഥിച്ചു. ആ വ്യക്തി പോയി. പിന്നീട് നമ്മുടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ കാണിക്കാൻ ചെല്ലുന്നു. അപ്പോൾ ഞാൻ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഫോൺ അധികം ഉപയോഗിച്ചിരുന്നില്ല. ഫോൺ എൻ്റെ മുറിയിലായിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് 4:45 5 മണി ആ സമയമായപ്പോൾ എൻ്റെ ഫോൺ ഞാൻ കയ്യിലെടുക്കുന്നത്. ഞാൻ എൻ്റെ മെസ്സേജ് നോക്കിയപ്പം ആ ഫോണിനകത്ത് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. ഞാൻ ഉടനെ ഡോക്ടറെ വിളിച്ചു. എന്താ ഡോക്ടറെ വിളിച്ചതെന്ന് ചോദിച്ചു. സുഹൃത്തായ, പരിചയമുള്ള, ബന്ധമുള്ള ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞു, അച്ഛാ, ഒരു മിറക്കിളാണ്, വേറൊന്നും പറയാനില്ല. എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റാണ്, ഇന്നതുപോലെയാണ്, മുറിച്ച് കളയണമെന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യമാണ്. പക്ഷേ അതിന് ഉത്തരവൊന്നും പറയാനില്ല, ഒരു കുഴപ്പമില്ല, അത് മുറിച്ച് കളയേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല ഇപ്പം. ഭയങ്കര അത്ഭുതമാണ്. എൻ്റെ അടുത്ത് ഇവിടെ ഈ ആലയത്തിൽ പാട്ട് പാടുന്ന ജോണെന്ന് പറഞ്ഞ ആളും, അദ്ദേഹം രാത്രി വണ്ടിക്ക് പോകാൻ വേണ്ടി ബസ് അവിടെ വന്നിട്ടുണ്ട്, യാത്ര പറയാൻ വന്നപ്പോഴാണ് ഈ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഞാൻ ലൗഡ് സ്പീക്കറിലിട്ട് ഇത് ആ വ്യക്തിയെ കേൾപ്പിച്ചു. ആ വ്യക്തിക്ക് ആ ഒരു സൗഖ്യമാ, ഹീലിംഗ് നടന്നു. ലോകത്ത് ഒരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്യും. ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ, വേറൊരാൾ അത്ഭുതപ്പെടുന്ന, അതിശയിക്കുന്ന കാര്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. 11-ാമത്തെ വാക്യമാണ്. 11-ാമത്തെ വാക്യം ചെയ്താലാ 10-ാമത്തെ വാക്യം നടക്കുകയുള്ളൂ. 11-ാമത്തെ വാക്യം, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം. ഇനി നേരെ തിരിച്ചു വായിക്കുവാണേ. ദൈവം നൽകുന്ന വചനങ്ങളെ നീ കേൾക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കണം. അപ്പോഴാണ് ലോകത്തൊരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും സംഭവിക്കാത്ത വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചുറ്റുമുള്ള ജനതകൾ അത് കാണാനിട വരുന്നത്. ദൈവപ്രവൃത്തി കാണും. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ വലിയൊരു സഹായം ലഭിക്കാൻ ഇടയാകട്ടെ. ഇന്ന് സൗഖ്യത്തിൻ്റെ ദിവസമായിരിക്കട്ടെ. ഇന്ന് ഒത്തിരി സൗഖ്യം നടക്കട്ടെ. ഹീലിംഗ് യേശുവിൻ നാമത്തിൻ്റെ സൗഖ്യം നിങ്ങളിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിലുള്ള വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മാതാപിതാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ യുവതീ-യുവാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളെയും സൗഖ്യത്തിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ അവരിൽ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. വിടുതലുകൾ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ, വീട്ടിൽ ആരെങ്കിലും രോഗികളാണോ? അവരെ ഓർത്ത് പ്രാർത്ഥിച്ച്. ഇനി അവർ ഈ വചനം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ചിലർ ക്യാൻസർ രോഗത്തിൻ്റെ വലിയ വിഷമത്തിലും വേദനയിലുമാണ്. ഒരുപാട് പേരെ കാണാറുണ്ട്. അവർക്കൊക്കെ ജീവിക്കാൻ ഒരുപാട് കൊതിയുമാണ്, ഒത്തിരി ആഗ്രഹമാണ് ജീവിക്കാൻ. പക്ഷെ എവിടെയോ ഒരു വലിയ ഭയം, കിടന്നിട്ട് അങ്ങ് ഉറക്കം വരുന്നില്ല. പ്രാർത്ഥിക്കുക. ഒരാളിലും സംഭവിക്കാത്ത വലിയൊരു അത്ഭുതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൻ്റെ സൗഖ്യം, ഈ വചനത്തിൻ്റെ ശക്തി, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ. കയറി വരട്ടെ. ആ സൗഖ്യം കയറി വരട്ടെ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചേ. ഒരു മുറി
ജനലും വാതിലും കർട്ടനും ഒക്കെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പകലായാലും ആ മുറി ഇരുട്ടായിരിക്കും, ഇല്ലയോ? ആ മുറി ഇരുട്ട് പോലെ ആയിരിക്കും. എന്നാൽ ആ കർട്ടനൊക്കെ അങ്ങ് മാറ്റി ആ ജനലങ്ങ് തുറക്കും, അണക്കെട്ട് പൊട്ടി വിട്ട പോലെ ആയിരിക്കും വായുവും വെളിച്ചവും കയറി വരുന്ന മുറിക്കകത്തോട്ട്. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ മുറി മുഴുവൻ വെളിച്ചവും ആയി. ഇതുപോലെ ദൈവവചനം കേൾക്കുമ്പോൾ ജനൽ തുറക്കുമ്പോൾ ആ വെളിച്ചം അകത്തേക്ക് കയറുന്നത് പോലെ, വായു അകത്തേക്ക് കയറുന്നത് പോലെ ഈ വചനത്തിൻ്റെ അനുഗ്രഹവും ശക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറട്ടെ. ഈ വചനം തുറക്കുമ്പോൾ, ജനൽ തുറക്കുന്നത് പോലെ വചനം തുറക്കുമ്പോൾ, വിശ്വാസത്തെ തുറക്കുമ്പോൾ, പ്രാർത്ഥന തുറക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ചില വിടുതലുണ്ട്, കയറി വരുന്ന സൗഖ്യമുണ്ട്, കയറി വരുന്നൊരു സന്തോഷമുണ്ട്, കയറി വരുന്നൊരു ആനന്ദമുണ്ട്, കയറി വരുന്നൊരു സാക്ഷ്യമുണ്ട്. ചിലരൊക്കെ അവരുടെ പാസ്പോർട്ട്, സ്ഥലത്തിൻ്റെ പ്രമാണം, മണ്ണൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ ചിലതൊക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം അകത്തേക്ക് വരും. ഇന്ന് ജീവിതത്തിൽ വരും, ഇന്ന് സംഭവിക്കും, ഇന്ന് സംഭവിക്കും. പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സന്തോഷമായി വചനമൊക്കെ കേൾക്കണം. അനേകർ ഈ വചനം കേൾക്കണം. നിങ്ങളുടെ പരിചയത്തിലോ പ്രിയപ്പെട്ടവരിലോ ആരെങ്കിലും രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ പ്രത്യേകം ഈ വചനമൊക്കെ പറഞ്ഞു കൊടുക്കണം, അയച്ചു കൊടുക്കണം, കേൾക്കാൻ പറയണം. സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഒന്നിലധികം പ്രാവശ്യമൊക്കെ കേൾക്കണം കേട്ടോ. അനുഗ്രഹമാണ്, വചനമാണ് കേൾക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന വെളിച്ചവും വായുവും പോലെ കയറി വരുന്ന സൗഖ്യവും വിടുതലുമുണ്ട്, നന്മയുണ്ട്, ഐശ്വര്യമുണ്ട്, കയറി വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിക്കാൻ പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ നിറയാൻ ഇടയാകട്ടെ. നിങ്ങളുടെ വെളിച്ചം, നിങ്ങളുടെ അകത്തുള്ള വെളിച്ചം കെട്ടുപോകാതിരിക്കട്ടെ. ഈ പ്രചോദനം, ലഭിച്ച പ്രചോദനം അനുഗ്രഹമാകട്ടെ. ഒരു സാക്ഷ്യത്തിനായി ഒരുങ്ങുക, ഒരു സാക്ഷ്യത്തിനായി ഒരുങ്ങുക, ഒരു സാക്ഷ്യത്തിനായി ഒരുങ്ങുക. കുറച്ചുകൂടെ മനോഹരമായത് ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുക്കി തരുന്നുണ്ട്, ഒരുക്കി വയ്ക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, യാത്രകളിൽ, തീരുമാനത്തിലുണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. സാമ്പത്തികമായ മേഖല അനുഗ്രഹം ഉണ്ടാകും. കൃഷി മേഖല അനുഗ്രഹിക്കപ്പെട്ട്, കടലിൽ ജോലി ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ട്, വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പഠനം, ജോലി, ഇൻ്റർവ്യൂ, സ്ഥാനക്കയറ്റം, ബിസിനസ് എല്ലാം അനുഗ്രഹമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. രോഗികളുടെ മേൽ സൗഖ്യം ഉണ്ടാകട്ടെ. ഹോസ്പിറ്റലിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചികിത്സിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിക്കുന്ന ഭക്ഷണത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. സഞ്ചരിക്കുന്ന വാഹനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ യാത്രകൾ, തീരുമാനങ്ങൾ അനുഗ്രഹമാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കാണാനിട വരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വേളാങ്കണ്ണി മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രിയപ്പെട്ട സഹോദരച്ചൻ പ്രാർത്ഥിക്കും. വളരെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നാളെ ഞായറാഴ്ചയാണ്. നാളത്തെ കുർബാനയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. സാധ്യമെങ്കിൽ നാളത്തെ ഡെയിലി ബ്ലെസ്സിങ് മുടക്കരുത്. ഉള്ള സമയത്തിന് കാണുക, പ്രാർത്ഥിക്കുക. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.